CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഹോട്ട് ന്യൂസിലേക്ക് സ്വാഗതം. സുരേഷ് ഗോപി തൃശൂർ ലൂർദ് പള്ളിയിൽ സമർപ്പിച്ച സ്വർണ്ണ കിരീടത്തിലെ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കാൻ പ്രത്യേക കമ്മിറ്റി രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസം ചേർന്ന ഇടവക പ്രതിനിധി യോഗത്തിൽ സ്വർണത്തിന്റെ അളവ് പരിശോധിക്കണമെന്ന ആവശ്യമുയർന്നതിനെ തുടർന്നാണ് കമ്മിറ്റിയെ ചുമതലയേൽപ്പിച്ചത്. വടക്കേക്കാട് കല്ലൂരിലെ സ്വകാര്യ ടർഫ് കോർട്ടിൽ നിന്ന് ജനറേറ്റർ മോഷ്ടിച്ച കേസിൽ ചാവക്കാട് ബ്ലാങ്ങാട് ആക്രിക്കച്ചവടം നടത്തുന്ന ആൾ പിടിയിൽ. ബംഗാൾ സ്വദേശിയും എറണാകുളം പറവൂർ താന്നിപ്പാടത്ത് താമസക്കാരനുമായ സലിം ഖാനെയാണ് വടക്കേക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പോലീസ് ചമഞ്ഞ് വാഹനം തടഞ്ഞ് വിദേശത്തേക്ക് പോകുന്നയാളുടെ വിസയും ടിക്കറ്റും തട്ടിയെടുത്ത കേസിൽ അറസ്റ്റിലായ യുവാവിനെ എരുമപ്പെട്ടി പോലീസ് സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ചാലിശ്ശേരി പെരുമണ്ണൂർ സ്വദേശി ഒരുവിൻപുറത്ത് നൌഫലാണ് അറസ്റ്റിലായത്. റേഷൻ കടകളുടെ സമയം പുനഃക്രമീകരിച്ചു. 7 ജില്ലകളിൽ രാവിലെയും 7 ജില്ലകളിൽ വൈകിട്ടുമാണ് പ്രവർത്തിക്കുക. നാളെ മുതൽ ശനിയാഴ്ച വരെയാണ് ക്രമീകരണം. NGO അസോസിയേഷൻ മെഡിക്കൽ കോളേജ് ബ്രാഞ്ച് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത അവകാശ ചങ്ങലയോടൊപ്പം മെഡിക്കൽ കോളേജ് സബ് ട്രഷറിക്ക് മുന്നിൽ പട്ടിണിക്കഞ്ഞി വെച്ച് പ്രതിഷേധിച്ചു. കുടുംബശ്രീ തൃശൂർ ജില്ലാ മിഷന്റെ ആഭിമുഖ്യത്തിൽ ഗുരുവായൂരിൽ മധുരം ഓർമ്മകളിലെ ചിരിക്കൂട്ട് വയോജന സംഗമം സംഘടിപ്പിച്ചു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ ക്ഷേത്രനടയിൽ പാമ്പിനെ തോളിലിട്ട് സാഹസത്തിന് മുതിർന്നയാൾക്ക് പാമ്പ് കടിയേറ്റു. കൊല്ലം പാരിപ്പിള്ളി അനിൽ ഭവനിൽ സുനിൽകുമാറിനാണ് പാമ്പ് കടിയേറ്റത്. കാർ വിറ്റ് പണം നൽകാതെ കബളിപ്പിച്ചെന്ന മരത്തംകോട് സ്വദേശിയുടെ പരാതിയിൽ കണ്ടാണിശ്ശേരി സ്വദേശിക്കെതിരെ കുന്നംകുളം പോലീസ് കേസെടുത്തു. കണ്ടാണിശ്ശേരി സ്വദേശി 33 വയസ്സുള്ള അജിക്കെതിരായാണ് മരത്തംകോട് സ്വദേശി സുധീഷിന്റെ പരാതിയിൽ കുന്നംകുളം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. കോൺഗ്രസിനെ ശക്തിപ്പെടുത്താൻ യൂത്ത് കോൺഗ്രസിന് കഴിയണമെന്ന് UDF ജില്ലാ ചെയർമാൻ MP വിൻസെന്റ്. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം മണ്ഡലം കൺവെൻഷൻ അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥിയെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ SFI നേതാക്കൾക്ക് ഒത്താശ ചെയ്തു കൊടുക്കുന്ന പിണറായി വിജയൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. കടങ്ങോട് ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ തലപ്പിള്ളി താലൂക്ക് വ്യവസായ ഓഫീസിന്റെ സഹകരണത്തോടെ ലോൺ ലൈസൻസ് സബ്സിഡി മേള സംഘടിപ്പിച്ചു. പക്ഷികൾക്ക് കുടിനീരൊരുക്കി മറ്റം സെന്റ് ഫ്രാൻസിസ് LP സ്കൂളിലെ കുരുന്നുകൾ. വിദ്യാലയമുറ്റത്തെ വൃക്ഷത്തൈകളിൽ സജ്ജമാക്കിയ പാനപാത്രങ്ങളിൽ വെള്ളം നിറച്ചാണ് പക്ഷികൾക്ക് കുടിനീരൊരുക്കിയിട്ടുള്ളത്. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് ബദാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ 9, 11 ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു. പുന്നേർകുളം GM LP സ്കൂൾ വാർഷികവും അധ്യാപക രക്ഷാകർതൃദിനവും വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. എരുമപ്പെട്ടി തിരുഹൃദയ ഫൊറോന പള്ളിയിൽ 50 നോമ്പിനോടനുബന്ധിച്ച് കപ്പൂച്ചിൻ മിഷൻ ധ്യാനം ആരംഭിച്ചു. കടവല്ലൂർ വേമ്പൻപടവ് പാടശേഖരങ്ങളിലെ 100 ഏക്കർ നെൽകൃഷി നശിക്കാതിരിക്കണമെങ്കിൽ വേനൽ മഴ പെയ്യണം. തോടുകളിൽ ആവശ്യത്തിന് വെള്ളം സംഭരിക്കാൻ സാധിക്കാത്തത് കർഷകർക്ക് ഇരുട്ടടിയാകുന്നു. മന്നലാംകുന്ന് ബീച്ച് ബീറ്റസ് മ്യൂസിക്കൽ ബാൻഡിന്റെ നേതൃത്വത്തിൽ ഗസൽ ഗായകൻ പങ്കജ് ഉദാസിന്റെ സ്മരണയ്ക്കായി ഗാനാഞ്ജലി ഒരുക്കി. ഗുരുവായൂർ മമ്മിയൂർ മഹാദേവ ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 3 ദിവസങ്ങളിലായി കലാമണ്ഡലം രാമചാക്യാരുടെ നേതൃത്വത്തിൽ നടന്നുവന്നിരുന്ന മത്തവിലാസം കൂത്തിന് സമാപനമായി. പെരുമ്പിലാവ് അൻസാർ സ്പ്രൗട്ട് സീനിയർ KG വിദ്യാർത്ഥികളുടെ കോൺവെക്കേഷൻ സെറിമണി അൻസാർ എഡ്യൂക്കേഷൻ CEO ഡോക്ടർ നജീബ് മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. കുന്നംകുളം ചൈതന്യ സ്പെഷ്യൽ സ്കൂളിന്റെ 43ാമത് വാർഷികം ആഘോഷിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ആഘോഷം കുന്നംകുളം ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ A മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിലെ മെഗാ അക്കാദമി ഫെസ്റ്റിന്റെ ഭാഗമായി ഇംഗ്ലീഷ് വിഭാഗം സംഘടിപ്പിക്കുന്ന ത്രിദിന അന്തർദേശീയ കോൺഫറൻസിന് തുടക്കമായി. CPIM ചിറ്റാട്ടുകര ലോക്കൽ കമ്മിറ്റി അംഗവും എളവള്ളി പഞ്ചായത്ത് അംഗവുമായിരിക്കെ അന്തരിച്ച TS വേലായുധന്റെ 4ാം അനുസ്മരണ വാർഷിക ദിനം ആചരിച്ചു. സത്യവും മിഥ്യയും ഇഴപിരിച്ചെടുക്കാനാവാത്ത അരക്ഷിതമായ അന്തരീക്ഷത്തിലൂടെയാണ് ഇന്ത്യയിലെ മാധ്യമരംഗം കടന്നുപോകുന്നതെന്ന് പ്രശസ്ത മാധ്യമപ്രവർത്തകൻ സിദ്ദിഖ് ഖാപ്പൻ അഭിപ്രായപ്പെട്ടു. പെരുമ്പിലാവ് അൻസാർ കോളേജിൽ നടക്കുന്ന അക്കാദമിക് ഫെസ്റ്റിന്റെ ഭാഗമായി സംഘടിപ്പിച്ച മാധ്യമ പഠന വിഭാഗം ദേശീയ മാധ്യമ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെരുമ്പിലാവ് മണിയറക്കോട് മുനവരിയ ഇംഗ്ലീഷ് സ്കൂളിൽ ആനുവൽ ഡേയുടെ ഭാഗമായി എക്സ്പോ, ലാബ് ഉദ്ഘാടനം, ഫുഡ് ഫെസ്റ്റ് എന്നിവ നടന്നു. ബ്ലോക്ക് മെമ്പർ TK അഷറഫ് ഉദ്ഘാടനം ചെയ്തു. CCTV ഹോട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ CCTV ഹോട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, യൂട്യൂബ് ചാനൽ, ഫേസ്ബുക്ക് പേജ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv.online.tv സന്ദർശിക്കുക. നമസ്കാരം.